നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തേതാണ് പൂരം. ശുക്രനാണ് ഈ നാളിൻ്റെ അധിപൻ. പൂരം പുരുഷന്മാർക്ക് അനുകൂലമായ നാളാണെന്നാണ് വിശ്വാസം. എന്നിരിക്കലും ഇതൊരു സ്ത്രീ നക്ഷത്രവുമാണ്. അതിനാൽ പൗരുഷവും ശ്രൈണ്യതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത്. അതായത് ധീരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇവർ ലോലഹൃദയരുമായിരിക്കുമെന്നാണ് അർത്ഥം. ആരോഗ്യവും ആകർഷണീയവുമായ ശരീരവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും ഇവർ. പൂരം നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ പ്രകൃതക്കാരായിരിക്കും. ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് ഭാവിക്കുകയും ഉള്ളിൽ പേടിയുള്ളവരും ആയിരിക്കും ഇവർ. ഇവർ വളരെയധികം ഓർമ്മശക്തിയുള്ളവരാണ്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും. ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരായിരിക്കും. സ്ത്രീകൾ മധുരമായി സംസാരിക്കും. കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കും. നല്ല സന്താനങ്ങളോട് കൂടിയവരും ആയിരിക്കും. സേവ ചെയ്യാനോ മറ്റുള്ളവരുടെ ഉത്തരവ് കാത്തുനിൽക്കാനോ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്ന് വരില്ല. യജമാനപ്രീതി സമ്പാദിക്കാൻ ഇവർ അസമർത്ഥരായതുകൊണ്ടു തന്നെ ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവരുടെ അതിയായ അഭിമാനബോധവും അതിരറ്റ സ്വാതന്ത്ര്യയേച്ഛയുമാണ് ഇതിന് കാരണം. മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിൽ കാണാം. ചിങ്ങത്തിന്റെ അധിപനായ സൂര്യന് പിതൃകാരകത്വം ഉള്ളതിനാൽ ഇവർ സന്താനങ്ങളോട് അതിരറ്റ സ്നേഹവാത്സല്യവും മാതൃസഹജമായ മമതയും കാണിക്കും. അതിൻ്റെ കാരണം ശുക്രന്റെ നക്ഷത്രാധിപത്യമാണ്. ഏതു തരത്തിലുള്ള തടസ്സവും തട്ടിനീക്കി ഇവർ മുന്നേറും. ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല. തൻ്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ. ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം, പൊതുമേഖലാ രംഗങ്ങൾ എന്നിവയിൽ ശോഭിക്കും. മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോടെ പെരുമാറാനും നല്ല വാക്കുകളാൽ ആളുകളെ സ്വാധീനിക്കാനും കഴിയും. പരാശ്രയശീലം ഇവർക്ക് ഒട്ടുമില്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ ഇവർക്കാവില്ല. സിംഹം സ്വയം ഇര തേടുകയാണ് പതിവ്. എതിരാളിയുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്താനും തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും. ഇതൊരു രജു നക്ഷത്രമാണ്. ആകയാൽ മകയിരം, അവിട്ടം, പൂരം, ഭരണി, അനിഴം, ഉത്രട്ടാതി, ചിത്തിര എന്നീ നക്ഷത്രക്കാരുമായുള്ള വിവാഹം ഗുണകരമായിരിക്കില്ല. വേദനക്ഷത്രം ഉത്രട്ടാതിയാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂരം നക്ഷത്ര ജാതകന്റെ ജന്മന 20 വർഷത്തെ ശുക്രദശാ കാലയളവ് വളരെ അനുകൂലമാണ്. ജാതകന്റെ ജനനത്തോടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവ് വരും. മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാകും. ജാതകത്തിൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ജാതകന്റെ ജനനമെങ്കിൽ വളരെയധികം ഗുണഫലങ്ങളെ സിദ്ധിക്കും. ജാതകന്റെ വിവാഹം ഈ കാലയളവിൽ നടക്കാം. ജാതകന്റെ മാതാപിതാക്കൾക്ക് ജാതകന്റെ ജനനത്തോടു കൂടി ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിലാണ് ജനനമെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാവുകയില്ലെന്നു മാത്രമല്ല പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും സംഭവിക്കും. 20 വയസ്സു മുതൽ 26 വയസ്സുവരെ ആദിത്യ ദശ. പൊതുവെ പൂരം നക്ഷത്രക്കാർക്ക് അനുകൂല ദശാസന്ധിയാണ് ആദിത്യ ദശ.
ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ്റെ ദശാകാലത്ത് ഇവരുടെ വിവാഹം, ജോലി എന്നിവ നടക്കും. ജാതകൻ ഈ കാലയളവിൽ വിദ്യാഭ്യാസം ചെയ്യുകയാണെങ്കിൽ ഉന്നത ബിരുദം നേടും. ആദിത്യൻ്റെ ദശാസന്ധി കാലയളവിൽ പ്രശസ്തി, അംഗീകാരം തുടങ്ങിയവ ലഭിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 26 വയസ്സു മുതൽ 36 വയസ്സുവരെ ചന്ദ്രദശ. ചന്ദ്രദശാകാലം ജാതകർക്ക് പൊതുവെ അനുകൂലമാണ്. തടസ്സമായി നിന്ന വിവാഹം ഈ കാലയളവിൽ നടക്കും. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചവർക്ക് അത് ഈ കാലയളവിൽ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം പൂർത്തിയാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ഐശ്വര്യാഭിവൃദ്ധി തുടങ്ങിയവ ഈ കാലയളവിൽ ഉണ്ടാകും. പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഈ കാലയളവിൽ ഉണ്ടാകും. 36 വയസ്സു മുതൽ 43 വയസ്സ് വരെ കുജദശയാണ്. ഗുണദോഷ സമ്മിശ്രമായ ഈ കാലയളവിൽ ജാതകരുടെ സ്വന്തം പൗരുഷവും സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗം നേടുക, ജോലി സംബന്ധമായ ഉന്നതിയും അതിൽ നിന്ന് ധനലാഭവും സിദ്ധിക്കുക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് ഗുണകരമായിരിക്കും. രാഷ്ട്രീയത്തിൽ അധികാരമുള്ള ഉയർന്ന സ്ഥാനം ലഭിക്കും. എന്നാൽ ബലഹീനനായി നിൽക്കുന്ന കുജൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 43 വയസ്സു മുതൽ 61 വയസ്സുവരെ രാഹുദശയാണ്. പലതരത്തിലുള്ള ധനനഷ്ടവും ദുരിതങ്ങളും രാഹുദശാസന്ധിയിൽ ഉണ്ടാകുമെങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു പലവിധത്തിലുള്ള ശുഭഫലങ്ങളെ കൊടുക്കുകയും ചെയ്യും. കർക്കിടകത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ആദ്യ ഭാഗം കൊണ്ട് അല്പഭാഗ്യവും പിന്നീട് സന്തുഷ്ടമായ ഭാഗ്യം, ധനലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളെ സിദ്ധിക്കും. 61 വയസ്സു മുതൽ 77 വയസ്സുവരെ വ്യാഴദശ. ഈ ദശാസന്ധി വളരെ അനുകൂലമായിരിക്കും. ഏതെങ്കിലും സമുദായത്തിൻ്റെ നേതൃസ്ഥാനം, സർവകാര്യ വിജയം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത അധികാര സ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ലഭിക്കും. സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായി നിൽക്കുന്ന വ്യാഴദശാകാലത്ത് അനവധി സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. എന്നാൽ നീചത്തിൽ നിൽക്കുന്ന വ്യാഴം മേൽപ്പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കും. 77 വയസ്സു മുതൽ 96 വയസ്സുവരെ ശനിദശ. ഗുണദോഷ സമ്മിശ്രമായ ഈ കാലയളവിൽ പലവിധ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാകും. ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം, കീർത്തി, ഗൃഹലാഭം, സ്ഥാനപ്രാപ്തി മുതലായ ഗുണഫലങ്ങൾ ധാരാളം നൽകും. തുടർന്ന് 7 വർഷം കേതുദശയാണ്. പരിഹാരമായി ഗണപതി ഭജനം നടത്തുക. രാഹു, ശനി, ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. പൂരവും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ പ്രത്യേകം വഴിപാടുകളും പൂജകളും നടത്തണം. പൂരവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ജന്മനാടുകളിൽ പൂരം നക്ഷത്രക്കാർ ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ്. പൂരം നക്ഷത്രത്തിൻ്റെ അനുകൂല നിറങ്ങൾ ചുവപ്പ്, വെള്ള, ഇളം നീല എന്നിവയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ്. ഗ്രഹത്തിൻ്റെ ഭാവസ്ഥിതി, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഗുണഫലങ്ങൾക്ക് വ്യത്യാസം വരും.